ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി കേട്ടോ. നമ്മുടെ ബ്രെഡും അതേപോലെ തന്നെ പാലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ബ്രെഡൊക്കെ കയ്യിൽ കിട്ടുമ്പോൾ ഒരു തവണയെങ്കിലും ഇതേപോലൊരു പുഡിങ് ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ആ പഞ്ചസാര ക്യാരമലൈസ് ചെയ്ത ആ ഒരു ലെയറും അതേപോലെ തന്നെ ബ്രെഡിൻ്റെ ആ ഒരു മിക്സൊക്കെ വരുന്ന മറ്റൊരു ലെയറും കൂടി വരുമ്പോൾ അടിപൊളിയാണ്. നമ്മുടെ വായിലങ്ങിട്ട അലിഞ്ഞിറങ്ങുന്ന ആ ഒരു ടേസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ് തന്നെയാണ്. ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മറക്കാതെ അറിയിക്കണേ. നമുക്ക് കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് നമ്മുടെ റെസിപ്പി ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഈ പുഡിങ്ങിന് മെയിനായിട്ട് വേണ്ടത് ബ്രെഡ് തന്നെയാണ്. ഞാനിവിടെ ഒരു 6 ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു 6 ബ്രെഡ് മതിയാവും നമ്മുടെ ഈ പുഡിങ് റെഡിയാക്കാനായിട്ട്. എല്ലാ ബ്രെഡിൻ്റെ സൈഡും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് നല്ല പോലെ തന്നെ നമുക്ക് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. അങ്ങനെ ബ്രെഡൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് ഒരു കസ്റ്റാർഡ് പൗഡറിൻ്റെ ഒരു മിക്സും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം. നമ്മുടെ ഈ കസ്റ്റാർഡ് പൗഡറും കൂടി ഒക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ നമ്മുടെ ഈ പുഡിങ്ങിന്. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എടുത്ത് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പാലെടുക്കുമ്പോൾ തിളപ്പിച്ച പാലൊന്നും വേണ്ട, സാധാരണ നമ്മൾ കവർ പാൽ തന്നെ എടുത്താൽ മതിയാവും. ഒട്ടും തന്നെ കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി നമുക്കവിടെ മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ നമ്മുടെ പുഡിങ് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ പാത്രം ഒന്ന് എടുത്ത് വെക്കാം നമുക്ക്. അതിനുശേഷം നമുക്ക് പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരേ ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ വെള്ളം ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് തിളച്ച് ശരിക്കും കളറൊക്കെ ഒന്ന് മാറി അടിപൊളിയായിട്ടൊന്ന് ക്യാരമലൈസ് ആയിട്ട് വരുന്നുണ്ട്. ആ പതുക്കെ ഒന്ന് മാറിയിട്ട് വരുമ്പോൾ നമുക്ക് ആ പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ച് വയ്ക്കാം. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. സെറ്റ് ചെയ്ത് വെച്ചിരുന്ന പാത്രത്തിലേക്ക് പഞ്ചസാര ക്യാരമലൈസ് ചെയ്തും കൂടി അങ്ങ് ഒഴിച്ച് കൊടുക്കുവാണ്. അതിനുശേഷം ചുറ്റിച്ച് ആ പാത്രത്തിൻ്റെ എല്ലാ സൈഡിലും നമ്മളൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര ഇങ്ങനെ ക്യാരമലൈസ് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കട്ടയായി പോകും. അതുകൊണ്ട് ചൂടോട് കൂടി തന്നെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമുക്കിനി പുഡിങ്ങിൻ്റെ അടുത്ത സ്റ്റെപ്പ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 കപ്പ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിന് 1.5 കപ്പ് പാൽ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര എടുത്ത് നമ്മുടെ പാലിലേക്കും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് അങ്ങ് തിളച്ച് കുറുകിയൊന്നും വരണ്ട, നന്നായിട്ട് ഇങ്ങ് തിളച്ച് വന്നാൽ മാത്രം മതിയാവും. കണ്ടോ, പാലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്കിങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോൾ ഈ സമയത്തൊക്കെ ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലാട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. ശരിക്കും മിക്സാക്കി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഇങ്ങ് കുറുകി വന്നോളും. പാലൊക്കെ ആണെങ്കിലും നന്നായിട്ട് തന്നെ ഒന്ന് കട്ടയായിട്ട് കുറുകി വന്നോളും. അപ്പോൾ ആ സമയത്താണ് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ബ്രെഡ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ചേർത്ത് ഒരു 1-2 മിനിറ്റ് പതുക്കെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴാണ് നമ്മുടെ ഈ ബ്രെഡ് പൊടിച്ചതും കൂടി ചേർത്ത് നല്ല രീതിക്ക് തന്നെ ഒന്ന് ഇളക്കിയെടുക്കുന്നത്. അപ്പോൾ ഗ്യാസ് ഈ സമയത്തൊക്കെയും ലോ ഫ്ലെയിമിൽ മാത്രം വെച്ചിരുന്നാൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ വെക്കേണ്ട ആവശ്യമില്ല. ബ്രെഡും കസ്റ്റാർഡ് പൗഡറും ഒക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങ് കുറുകി വന്നോളും. കണ്ടോ, കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെയാണെങ്കിൽ അറിയാൻ പറ്റും നന്നായിട്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മതിയാവും. അപ്പോൾ ഇനിയിപ്പോൾ വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല. ഗ്യാസ് ഓഫാക്കി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പാത്രത്തിനകത്തേക്ക്, നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇതിൻ്റെ മേളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടില്ലേ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ എത്തുമ്പോൾ വേണം ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാനായിട്ട്. ഏറ്റവും കൂടി ഇപ്പോൾ കഴിഞ്ഞാൽ 2-3 മിനിറ്റ് അത്ര മാത്രം മതിയാവും എല്ലാം കൂടി ഒന്ന് സെറ്റായിട്ട് വരാനായി. ഇനിയിപ്പോൾ ആ മേൽഭാഗം പതുക്കെ ഒന്ന് ലെവലാക്കി നല്ല രീതിക്ക് തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ നല്ലപോലെ തന്നെ ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് ആവിക്ക് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുഡിങ്ങിൻ്റെ മിക്സും കൂടി അതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുവാണ്. അതിനുശേഷം വെള്ളമൊന്നും നന്നായിട്ട് ആവി വരുമ്പോൾ വെള്ളമൊന്നും താഴേട്ട് ചാടി പുഡിങ് കൊളാവാതിരിക്കാനായിട്ട് ഒരു പാത്രം കൂടി വെച്ച് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 30 മിനിറ്റ് അതവിടെ നന്നായിട്ട് തന്നെ ഒന്ന് ആവി കയറി ശരിക്കും ഒന്ന് സെറ്റായിട്ട് വരട്ടെ. അങ്ങനെ ഒരു അരമണിക്കൂറിന് ശേഷം നമ്മളൊന്ന് തുറന്ന് നോക്കുകയാണ്. നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ട് ശരിക്കും ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ റെഡിയായെന്ന് അറിയാനായിട്ട് ഒരു കത്തിയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സ്റ്റിക്കോ എന്തെങ്കിലും വെച്ച് ഒന്ന് കുത്തി നോക്കുക. നല്ല ക്ലിയർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ റെഡിയായെന്ന് മനസ്സിലാക്കാം. നമുക്കിത് താഴെ ഇറക്കി ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കലാണ് ചെയ്യേണ്ടത്. അങ്ങനെ നന്നായിട്ട് ചൂടാറി കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച് ശരിക്കും ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വെച്ചത് ഫ്രീസറിലാട്ടോ. ഏകദേശം 1 മണിക്കൂർ മാത്രമേ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഫ്രീസറിൽ. ഇനിയിപ്പോൾ താഴത്തെ തട്ടിലാണ് വെക്കുന്നതെങ്കിൽ ഒരു 2-3 മണിക്കൂറെങ്കിലും നന്നായിട്ടൊന്ന് സെറ്റായി ശരിക്കും ഒന്ന് തണുത്ത് വരാനായിട്ട് വെക്കണം. അപ്പോൾ ഫ്രീസറിലാവുമ്പോൾ പെട്ടെന്ന് 1 മണിക്കൂർ കൊണ്ട് റെഡിയായി കിട്ടിക്കോളും. ഒരുപാട് നേരം വെക്കരുത് കേട്ടോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കട്ടിയായി പോവും. അതിനുശേഷം ഇതേപോലെ സൈഡൊക്കെ പതുക്കെ ഒന്ന് വെടിവെച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് കമത്തി കൊടുക്കാം. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ പുഡിങ് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാത്ത സൈഡൊക്കെ ആണെന്നുണ്ടെങ്കിലും അതേപോലെ മേൽഭാഗമൊക്കെ ആണെങ്കിലും നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതിപ്പോൾ കാണുമ്പോൾ തന്നെയാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ പുഡിങ്. അപ്പോൾ നമ്മൾ ആ കസ്റ്റാർഡ് പൗഡറും കൂടിയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. ആ പഞ്ചസാരയുടെയും അതേപോലെ തന്നെ നമ്മുടെ ബ്രെഡിൻ്റെയും കസ്റ്റാർഡ് പൗഡറിൻ്റെയും പാലിൻ്റെയൊക്കെയും കൂടി ഒരു മധുരം വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നന്നായിട്ട് തണുത്തുകൊണ്ട് തന്നെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് നമുക്കൊന്ന് നോക്കാവേ. പുറം ഭാഗം സെറ്റായിട്ട് വന്ന പോലെ ഉള്ളും സെറ്റായിട്ട് വന്നു എന്ന് നമുക്കൊന്ന് അറിയാവേ. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കത്തി വെച്ച് കട്ട് ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അൽവയൊക്കെ കട്ട് ചെയ്യില്ലേ, അതേപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സൈഡൊന്നും ഒട്ടും തന്നെ വിട്ടൊന്നും പോരാതെ നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ മേൽഭാഗത്ത് ആ ക്യാരമലൈസ് ചെയ്ത പഞ്ചസാരയുടെ ആ ഒരു ലെയറും അതേപോലെ തന്നെ താഴത്തെ ഭാഗത്താണെങ്കിലും ബ്രെഡിൻ്റെയും പാലിൻ്റെയും കസ്റ്റാർഡ് പൗഡറിൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റ് വരുമ്പോൾ അടിപൊളി തന്നെയാണ്. അപ്പോൾ നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള പുഡിങ് ഇതുവരെ ഈ രീതിയിൽ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവും. അതുകൊണ്ട് വായിലിടുമ്പോൾ അലിഞ്ഞിറങ്ങുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക കേട്ടോ. കൂടെ തന്നെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്കും കൂടി നമ്മുടെ ഈ റെസിപ്പി ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. കൂടെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ റെസിപ്പി ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് ഇതേപോലുള്ള നല്ല പുതിയ അടിപൊളി വീഡിയോസ് റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.